ഇതെന്നാ അച്ഛമ്മച്ചി കുഞ്ഞി ചക്ക മുറിക്കാൻ കോടാലിയായിട്ട് നിൽക്കുവാണോ? കോടാലി വേണ്ടല്ലേ, ഇതിന് വാക്കത്തിന് ഇനി കുഞ്ഞി ചക്ക വെട്ടുന്ന കത്തിയാ. നല്ല മൂർച്ചയുള്ളതാണ്. ഉണ്ടോ മൂർച്ചയുള്ളതാണോ എന്ന് നോക്ക്. ഇടിഞ്ചക്കയ്ക്കുള്ള ചക്കപ്പരുവായിട്ടുള്ളൂ. ഇത് നമുക്ക് ചെത്തി എടുത്തിട്ട് ഇടിഞ്ചക്ക വെക്കാം. ഇടിഞ്ചക്കയല്ല, പിന്നെ ചക്ക മപ്പാസ് വെക്കാം. ഓക്കെ. തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് പിന്നെ ചിക്കനൊക്കെ വെക്കുന്ന പോലെ. പുറത്ത് കരി പറ്റിയിരിക്കും. തൈര് ഒഴിച്ചതാ, അതുകൊണ്ടാ. വീട്ടിലെ പൂച്ചയ്ക്ക് മീനൊന്നും വേണ്ട. നല്ലേ കൊച്ചേ ചക്കപ്പഴത്തിന്റെ മണമുണ്ടല്ലോ. മസാല ഇട്ട് ചക്കക്കറി മറ്റേ ചക്കക്കറി വെച്ച് തരും. ഇതൊക്കെ വെട്ടുന്ന പുറകിക്കുന്ന കമ്പെടുത്തോ. ഞാൻ വെട്ട ആ കത്തി ഇങ്ങതാ. ഈ ചക്ക കത്തി ഇങ്ങതാ. ഞങ്ങളൊന്ന് നോക്കട്ടെ. ചക്ക വെളുത്ത വെച്ചത് ഇത്രയും ചോട്ടിൽ ഇത്രയും ചക്ക ഉണ്ടെന്ന് നമ്മൾ കണ്ടില്ല. നിങ്ങൾ ചക്കയ്ക്ക് കണ്ണു വെക്കല്ലേ? കൊച്ചേ വിളഞ്ഞതാ അതല്ലേ. ണ്ട് ഇത് വരുവോ? ഇങ്ങനെ ഇരിക്കണം. എന്നും ചിക്കൻ കൊണ്ട് തന്നെ ചിക്കൻ തന്നാ കൊള്ളുകല്ലോ. പിന്നെ ഇന്ന് കയറ്റി പോകുന്ന ലക്ഷണമൊന്നുമില്ല. ഇവിടെ ഈ വെള്ളമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നേ. ചുമ്മാ ഇരിക്കുക. ഇത് ശകലം നേരത്തെ പണിയേ ഉള്ളൂ. ഈ ചക്ക എടുത്തേ പിഞ്ചിയൊക്കെ ഇല്ലേ, ഇതിങ്ങനെ ഇതിന്റെ ഈ തൊണ്ട് ഇങ്ങനെ ചെത്തിക്കളയണം. എന്നിട്ട് ഇത് വെള്ളത്തിലോട്ട് ഇടണം. അച്ചമ്മച്ചിയൊക്കെ ചെറുതായിരുന്നപ്പോ കൊറേ ചക്ക ഉണ്ടായിരുന്നപ്പോ ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുമായിരുന്നു പണ്ടൊക്കെ. ചക്ക കൊണ്ട് എന്നൊക്കെ ഉണ്ടാക്കി തിന്നും, അതൊക്കെ തിന്നും. ചക്ക ഇങ്ങനെ ഇത് ഈ പരുവമുള്ള ചക്ക ഇടിഞ്ചക്ക വെക്കും. അത് ഇതുപോലെ തന്നെ തൊണ്ട് ചെത്തിക്കളയണം. ചെത്തിക്കളഞ്ഞേച്ച് ഈ കൂഞ്ഞിയും കുറേയും കളയും. എന്നുവെച്ചാൽ ഇതിങ്ങനെ ഇത്രശ മുഴുപ്പാക്കിയിട്ട് കണ്ടിച്ചടുപ്പിലോട്ട് വെക്കും. ഉപ്പ് ഇട്ട് അന്നൊക്കെ ഈ കൊക്ക അടുപ്പ വെച്ചേച്ച് അത് വാങ്ങി വെന്ത് കഴിയുമ്പോൾ അതെടുത്തിട്ട് ഈ അരകല്ലുണ്ട്. അന്നൊക്കെ അരകല്ലേ ഉള്ളു, ഇതുപോലെ ഇടികല്ലൊന്നുമില്ല. എന്നിട്ട് ഈ അരകല്ലിനകത്തോട്ട് വെച്ചിട്ട് ചതച്ചെടുക്കും. ഇത് കണ്ടോ കുഞ്ഞി ചക്ക. ഇതിനകത്ത് തൊണ്ടും കുരുവൊക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ. ഇതാണ് പരുവം. എന്നിട്ട് ഇതിങ്ങനെ കല്ലേ വെച്ച് ഇങ്ങനെ ചതച്ചെടുക്കും. ചതച്ചെടുത്തിട്ട് കൊണ്ടുവച്ചിട്ട് തേങ്ങായും ജീരകവും വെളുത്തുള്ളി ഉള്ളി എല്ലാം കൂടെ കാന്താരിയും വെച്ച് നല്ലപോലെ അരകല്ലേ വെച്ച് അരച്ച് അത് അരക്കുകയല്ല, ഇങ്ങനെ ചതച്ചെടുക്കും. അതും അരഞ്ഞു പോകരുത്. എന്നിട്ട് അത് കൊണ്ടൊന്ന് ഈ ചക്ക എണ്ണയുണ്ടെങ്കിൽ എണ്ണയ്ക്കകത്തോട്ട്, അല്ലെങ്കിൽ ചതച്ചെടുത്തിട്ട് ചുമ്മാ വെക്കും. ചുമ്മാ അടുപ്പിലോട്ട് വെച്ചിട്ട് ഈ അരപ്പിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇതിന്റെ മണ്ടലിട്ട് വെക്കും. അച്ഛ ഈ കുഞ്ഞിച്ചക്കയുടെ മറ്റേ കുരുവില്ലേ, അത് ട്രാൻസ്പെറന്റ് വെള്ളമാ. അത് വെള്ളം അങ്ങനെയാ അത് കുരുവാകുന്നേ. ആദ്യം ഇതിങ്ങനെ വെള്ളമാ. വെള്ളം കണ്ടോ? അതതുപോലെ അത് കഴിഞ്ഞാണ് അതിന്റെ പുറത്ത് തൊണ്ട് വെക്കുന്നതും കുരുവാകുന്നതും പാട വെക്കുന്നതും എല്ലാം പിന്നെയാണ്. എന്നിട്ട് ഇതുപോലെ കണ്ടിച്ചിട്ട് അത് പുഴുങ്ങിയിട്ട് ഞങ്ങൾ ഇതുപോലെ അരച്ചിട്ടിട്ട് അരപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് എണ്ണ ശകലം അടുപ്പിലോട്ട് വെക്കും. എണ്ണ ഉണ്ടെങ്കിൽ ഇല്ലേ, അല്ലാതെ തിന്നും. എണ്ണ അടുപ്പ് ഒഴിച്ച് കടുക് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് കുടഞ്ഞിട്ട് കരിവേപ്പിലയൊക്കെ ഇട്ട് ഇളക്കി നല്ല സൂപ്പറാണ്. ചോറിന് കൂട്ടാനും നല്ലതാ, ചുമ്മാ തിന്നാനും നല്ലതാ. ഇതിന്ന് നിന്നെ പറ്റിക്കൂടാ. ഇന്ന് ചിക്കൻ ഇത് വെച്ച് നല്ല ചിക്കനേക്കാളും ടേസ്റ്റുള്ള കറി ഉണ്ടാക്കി തരാനാണ്. ഇത് കഴിഞ്ഞോ? കുറച്ച് മതിയല്ലോ നമുക്ക്.
പോകുന്നത്. നോക്കിയ പൂച്ച നോക്കി 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 പൂച്ച കിടക്കുവാന്ന് തോന്നുന്നു. പൂച്ചക്ക് ഇത് പഠിക്കാനാന്ന് തോന്നുന്നു. ഇതല്ലോ കണ്ണടച്ച് ചെവി വെച്ച് കേട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നിടത്തോട്ട് നോക്കും. കണ്ണു തുറക്കത്തില്ല. കണ്ടോ? എന്തുവാ സാധനങ്ങള് ദാഹം മുഴുവൻ നിനക്കും പണിയെടുക്കുന്ന മൊത്തം അച്ചമ്മച്ചിയാണല്ലോ. പണിയൊന്നും എടുക്കണ്ട. രാവിലെ എന്നും ഒരു കുപ്പി വെള്ളം കുടിക്കണം. പട്ടിയില്ലേ എവിടെ എന്നാ എടുക്കുന്നിടത്തും പൂച്ച വന്ന് കിടക്കും. അതെ, വെയിലത്ത് വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അത് തന്നെയല്ല, അല്ല ഈ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ വന്ന് ഇരിക്കുമ്പോഴത്തേന് അതിനും ആരെങ്കിലും കൂട്ട് വേണ്ട. അതുകൊണ്ടായിരിക്കും നമ്മളിരിക്കുന്നിടത്തെല്ലാം മാറി മാറി ഈ പൂച്ച കാണാനും മാറി മാറി ഇരിക്കുന്നത്. ശരിക്കും ഈ ചക്ക വിരിയുമ്പോ തൊട്ടേ ചക്ക കൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാം അല്ലേ? വിരിഞ്ഞു വരുമ്പോ തൊട്ടേ. അതാ പറഞ്ഞേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തേലും ചക്ക കിടക്കുന്നത് അല്ലേ? ചക്കയൊന്നും കിട്ടാനില്ലാത്ത ആൾക്കാരുടെ കാര്യം ഒന്ന് ഓർത്തേക്ക്. ടൗണിൽ താമസിക്കുന്നവരും അവർക്കൊക്കെ ഒരു ചക്ക കിട്ടുന്ന എന്തൊരു കാര്യം അന്നേരം. ഈ ഇവിടുന്ന് എല്ലാം പറിച്ചോണ്ട് കൊണ്ടുപോവല്ലേ, പിക്കപ്പേരെ നിറയെ കയറ്റി കൊണ്ടുപോവല്ലേ. അതെന്നേരം ഒരു കാര്യം, നമ്മളിവിടെ ഇഷ്ടം പോലെ തിന്നും. ഈ പിഞ്ചിയൊക്കെ മുഴുവനും തമിഴ്നാട്ടിൽ ചെന്നാൽ അവരതേ കറി വെക്കും. അവർക്ക് വേവിക്കാൻ അറിയത്തില്ല. അവര് വേവിക്കുന്നില്ലല്ലോ, അവര് വേവിച്ചാൽ തിന്നിയേ ഇല്ല. നമ്മുടെ ഇവിടെ വരുന്നവർക്കൊക്കെ കൊടുത്ത് അവര് കഴിക്കും. അവർക്ക് ഇഷ്ടമല്ലത്. ചക്കപ്പഴമാണ് അവര് ഇഷ്ടം പോലെ കഴിച്ചോളൂ. എന്തേരാ കയറ്റി അയച്ചോണ്ടിരിക്കുന്നത്. നമുക്കാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര പിക്കപ്പ് ചക്കയാ കൊണ്ടുപോയത്. ചക്ക ഇങ്ങോട്ട് വിരിയുമ്പം തൊട്ട് കറിയല്ലേ. ഒരു ചാൺ നീളം വാങ്ങുമ്പം തൊട്ടേ കറി വെക്കാം, തോരൻ വെക്കാം, പിഞ്ചയിലെ പറിച്ച് കുത്തിയൊക്കെ വെക്കാം, ഇടിഞ്ചൊക്കെ വെക്കാം. വിളഞ്ഞു കഴിഞ്ഞാൽ പഴമായി, പച്ചയായി, വേവിച്ചായി. ഇപ്പം കണ്ടില്ലേ, ആബ്ലാവെ തന്നെ നമുക്ക് ഒരു മാസം തിന്നാനുള്ള ചക്കയുണ്ട്. ഇത് പറമ്പ് നിറച്ച് ചക്കയല്ലേ കിടക്കും. പക്ഷെ കാശ് കൊടുത്ത് മേടിക്കുമ്പോഴേ ഇതിന്റെയൊക്കെ വില മനസ്സിലാവുള്ളൂ. തമിഴ്നാട്ടിൽ ഇങ്ങനെ നമുക്ക് ഒരു ചുളക്ക 2 രൂപയോ. അവിടെ ആ മാർക്കറ്റിൽ കയറുന്നിടത്ത് എല്ലാ ദിവസവും ഇഷ്ടം പോലെ ചക്കയുണ്ട്. അതേന്ന് തോന്നുന്നു, നല്ല നിറമുള്ള ചക്കയാ. നമ്മുടെ ഇവിടുത്തെ ചക്ക കൂടുതലും വെള്ളച്ചുളയാ. ഇവിടുത്തെ കാലാവസ്ഥയുടെ എനിക്ക് തോന്നുന്നു. ചിലതേ ഉള്ളൂ, അല്ലാതെ മഞ്ഞ കളറുള്ള ചില ചക്കയ്ക്കേ ഉള്ളൂ. കണ്ടാ വിളഞ്ഞാന്ന് തോന്നുന്നു, തുന്നിച്ചു നോക്കിയാലൊന്നും. എല്ലാ മാസത്തിലേ നമ്മൾ പറഞ്ഞ ചക്ക തിന്നുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ മിക്കവാറും എത്ര മാസത്തിനുള്ള ചക്കയുണ്ട് ഇനിയിപ്പം. ഇത്രയും നാള് നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടിൽ ഇഷ്ടം പോലെ ചക്കയായിരുന്നു. നാട്ടിലെ ചക്കയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അന്നേരം ഇവിടെ ഇപ്പൊ ഇഷ്ടം പോലെ ചക്കയായില്ലേ. ഇവിടെ ഇങ്ങനെ പല സമയത്തായിട്ടും കണ്ട ഇത് വിരിയുന്നത്. ഇപ്പം വിരിയുന്നുണ്ട്. അതുകൊണ്ട് അതിനി ഒരു 3-4 മാസം കഴിയാതെ ആ ചക്കയൊന്നും വിളയില്ല. ഇപ്പൊ നന്നായിട്ട് വിളയുന്നതുകൊണ്ട് പഴുത്തും വീഴുന്നുണ്ട്. ശരിക്കും എല്ലാ മാസത്തിലും 1-2 ചക്കയിലും കിട്ടാതെ ഇരിക്കത്തേ ഇല്ല. ഇല്ലാത്ത നാളിലും നമുക്ക് 2-3 ചക്കയിലും മാസത്തിൽ കിട്ടും. കറി വെക്കാൻ ഏതാ? എന്റെ അവിയൽ കറി വെന്തു. മറ്റേ കറിക്ക് അച്ചമ്മച്ചി സവോള അരിയുന്നു. ഇഞ്ചി വേണ്ടേ? ഇച്ചിരി ഇഞ്ചിയും കൂടെ എടുക്കണം. സവോള അരിയുവാണോ? ഇഞ്ചിയും കൂടെ എടുക്കണം. സവോള അരിഞ്ഞിട്ടെന്താണ് പരിപാടി? നീ ഇതെല്ലാം കൂടെ വഴറ്റി എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറിയാ നിന്ന് ചക്ക കൊണ്ട്. വത്തലമുളക് എടുത്തായിരുന്നോ വെച്ചാൽ? എണ്ണ മുതു കടുക് ഇടാൻ പോവാ. വത്തലമുളക് കൂടെ മുറിച്ചങ്ങ് ഇടുക. ഉള്ളി ഇടുക. വെളുത്തുള്ളി ഒന്ന് വഴന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചിയും കൂടി ഇടാം. വെച്ചിരിക്കുന്ന പോലെ സവോളയ്ക്ക് ചേരുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുഞ്ഞിയെ പറ്റിക്കാനുള്ള ചിക്കൻ കറി. കുഞ്ഞി ഇതുണ്ടോ, കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ച ഓറഞ്ച് മകന് മധുരമുണ്ട്. ഇതിന്റെ അല്ലി ഇച്ചിരൂടെ വലുതല്ലേ? നമ്മൾ അന്ന് പൊളിച്ചതിന്റെ ചെറുതായിരുന്നു. ഇനി നിൽക്കുന്ന നല്ലപോലെ പഴുത്ത് കഴിഞ്ഞിട്ട് പറിച്ചാൽ മതി. ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ പഴുക്കട്ടെ എന്നിട്ട് പറിക്കാം. തേങ്ങാക്കൊത്തിലുണ്ടേ. ചിക്കൻ കറിക്ക് തേങ്ങാക്കൊത്ത് വേണം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. പൊടി വേറെ ചൂടാക്കി ചേർക്കണോ അതോ? സവോളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ചേർക്കാനുള്ള പൊടി എടുത്തു വെച്ചിട്ടുണ്ട്.
1 സ്പൂണ് 2 സ്പൂണ് ചിക്കൻ മസാല, ഗരം മസാല പൊടിച്ചത്, ഇച്ചിരി മല്ലിപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, ആറ്റൽമുളക് പൊടി ശകലം എന്ന് പറഞ്ഞാൽ 1 സ്പൂണ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അതിനകത്തോട്ടിടാം. അരപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതേ ഉള്ളൂ. ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. മസാല സെറ്റാക്കുക. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ഈ മസാല മൂപ്പിച്ച് വെച്ചിരിക്കുന്നതിനകത്തോട്ടിടാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മുമ്പ് നമ്മളേ സബോള വഴറ്റാൻ നേരത്തെ സബോളയ്ക്കുള്ള ഉപ്പ ഇട്ട് കൊടുത്തുള്ളായിരുന്നു. അപ്പം നമുക്ക് ഇനി ചേരുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വെച്ചാൽ. ഇനി നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ചല്ലേ വെക്കുന്നേ, അപ്പം ആദ്യം പിഴിഞ്ഞ പാലങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് 2ാം പാൽ കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അത് അവിടെ ഇരുന്ന് 2 ബിസിലടിക്കും. അമ്മ ഇവിടെ എടുക്കുന്നുണ്ട്. 2ാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതങ്ങോട്ട് അടച്ചു വെക്കണം. ഒഴിച്ചു. ഇതാണ് 2ാം പാല്. ആദ്യത്തെ നല്ല പാല് പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് പിഴിഞ്ഞെടുത്തത്. അപ്പം ഇനി ഇത് ഇവിടെ ഇരുന്ന് 2 വിസിലടിക്കട്ടെ. തുറന്ന് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പം നമ്മുടെ തേങ്ങാപ്പാലൊഴിച്ച് മപ്പാസ് വെച്ചതാണ്. അപ്പോൾ കോഴിക്കറി പോലെ ഇരിക്കും. നമുക്കതിന് തീ കത്തിച്ചിട്ടേ ഇല്ല, ഇത് തിളപ്പിച്ച് നീ എണ്ണയൊന്നും മൂപ്പിച്ചടിക്കണ്ട. എണ്ണയ്ക്കകത്തല്ലേ നമ്മളിത് വെച്ചത്. ഇതിനകത്തോട്ട് നമുക്കിത് ഒന്നും ഇപ്പം അറിയില്ലേ, തണുക്കാൻ വെച്ചിരുന്നോണ്ട് 2ാം പാലെടുത്ത് വെച്ചിരിക്കുന്നത്. 2ാം പാലിനകത്താണ് ഇത് വേവിച്ചത്. ഒരു തുള്ളി ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു തുള്ളി ഉപ്പ് നീരോട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി. അതെ അതെ, ചക്ക ചിക്കൻ സൂപ്പർ. നോക്കിക്കല്ലേ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ് ടേസ്റ്റ് ഉണ്ടോ ഒന്ന്? ചൂടാ ചക്കര ചൂടാ അടുപ്പത്തുനിന്ന് വാങ്ങി എന്റെ കൈ പൊള്ളിക്കാനുള്ള പരിപാടിയല്ലേ. പിന്നെ ഈ ചെറുവഴിച്ചൊന്നും കൈ പൊള്ളുകയല്ല. ഇത് കണ്ടോ, ഇത് വായിലൊന്നും ഒഴിച്ചേക്കരുത്, ചൂടാ. ടേസ്റ്റ് ഉണ്ടോ? തേങ്ങാപ്പാൽ ഒഴിച്ചില്ല. ഇതിന് ഒരുപാട് ചാറ് അത് ഈ തേങ്ങാപ്പാലിനുള്ളതാ. അതേ ഇനി തേങ്ങാപ്പാലൂടെ ഒഴിക്കാം. സെറ്റായി. ഇനി ഇതൊന്ന് ചൂടാ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് മതി കറി നോക്കാൻ. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാം. കരിയേപ്പിലയും കൂടി ഇട്ടങ്ങ് താത്ത് വെക്കാം. അപ്പം നമ്മുടെ കറി ചക്ക ചിക്കൻ അല്ലേ റെഡി. കഴിക്കാൻ നേരം എടുക്കാല്ലേ. അങ്ങനെയുണ്ട് ചക്ക ചിക്കൻ കറി. ഇതിപ്പം ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഇത് നമ്മൾ ആരെയും കാണാതെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ചിക്കൻ കറിയാണ് പറയുന്നത്. കുഞ്ഞി ഉണ്ടാക്കിയപ്പോഴേ വായിക്കുന്നല്ലേ. അതല്ല രസം. ഇത് ഉണ്ടാക്കുന്ന കണ്ട കുഞ്ഞി പോലും
ചിക്കൻ കറിയാന്ന് പറഞ്ഞ അയച്ചത്. കറി തീരാറായിരുന്നു. അടിപൊളിയല്ലേ? കുഞ്ഞു ഉപ്പ് നോക്കിയെല്ലാം കഴിഞ്ഞ ചെറിയ എനിക്ക് ചോറൊന്നും തന്നെ ഞാൻ ചോറുണ്ടാക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.